കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ ഒരു ഈഴവ യുവാവ് പ്രവേശിക്കുകയും അതിൽ റാങ്ക് മേടിച്ച് പ്രവേശിച്ചയാളാണ്, 1ാം റാങ്കിൽ എത്തിയതാണ് പരീക്ഷയിൽ. അങ്ങനെ ജോലി ലഭിക്കുകയും പക്ഷേ ആ ജോലി തുടർന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ജാതി ഐത്തം തന്നെയായിരുന്നു ആ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ സംഭവിച്ചത്. ഇപ്പോൾ സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിന്ന് BA ബാലു രാജിവെച്ചു എന്നുള്ളതാണ്. ഇന്നലെയാണ് ദേവസ്വം ഓഫീസിൽ നേരിട്ടെത്തിയ അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് കൈമാറിയത്. കഴകം ജോലിയിൽ ബാലുവിന് നിയമനം ലഭിച്ചതിന് പിന്നാലെ ഈ ക്ഷേത്ര തന്ത്രിമാർ എതിർപ്പ് അറിയിച്ചിരുന്നു. ഇതോടെ ജാതി വിവേചന പരാതി ഉയർന്നു. അതേസമയം ആരോഗ്യപരവും വ്യക്തിപരവുമായ കാരണങ്ങളാലാണ് ബാലുവിൻ്റെ രാജി എന്നാണ് കൂടൽമാണിക്യം ദേവസ്വം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. BA ബാലു ജോലിയിൽ തുടരുന്നില്ല എന്ന് കാട്ടി ദേവസ്വത്തെ അറിയിച്ച് ഇന്നലെ റിസൈൻ ലെറ്റർ തന്നതായിട്ട് അറിഞ്ഞിരുന്നു. അത് തന്നെ സ്ഥിരീകരിക്കാനാവുന്ന വിവരം തന്നെയാണോ അത്? അതെ, ബാലു ഇന്നലെ ഓഫീസിൽ ഹാജരായി വ്യക്തിപരമായ കാരണങ്ങളാലും ആരോഗ്യപരമായ കാരണങ്ങളാലും കഴകം ജോലിയിൽ തുടരുവാൻ സാധിക്കുന്നതല്ല എന്ന വിവരം അറിയിച്ച് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയിട്ടുള്ളതാണ്. കഴകം ജോലിയിൽ ഒരാൾ ജോലി വേണ്ട എന്ന് വിചാരിച്ച് തീരുമാനിച്ചു പോകുന്നതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതല്ല. ആ വാക്കൻസിയിൽ വേറെ ആളെ നിയമിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ദേവസ്വം സ്വീകരിക്കും. KDRBനെ അറിയിക്കും, ബന്ധപ്പെട്ട സർക്കാരിനെ അറിയിക്കും. അവിടുത്തെ തീരുമാനങ്ങളനുസരിച്ച് ദേവസ്വം മുന്നോട്ട് പോകും. ഇനി ആർക്കും പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ലല്ലോ. കാരണം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുമോ എന്നതാണ് പ്രധാന പ്രശ്നം. തുടർന്നങ്ങോട്ട് ഇനിയിപ്പം മാല കെട്ടുന്ന ജോലി ചെയ്യാൻ ആളുണ്ടാവുമോ എന്നതാണ് പ്രധാനമായും ആലോചിക്കേണ്ട കാര്യം എന്ന മട്ടിലാണ് ദേവസ്വത്തിൻ്റെ ഈ വിഷയത്തിലെ പ്രതികരണം. ബാലുവിൻ്റെ രാജി അതേസമയം ക്ഷേത്രകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന് വാര്യർ സമാജവും പ്രതികരിച്ചിട്ടുണ്ട്. കഴകം ജോലികൾ വാര്യർ കുടുംബാംഗത്തിന് പുനഃസ്ഥാപിച്ച് നൽകണമെന്നത് മാത്രമായിരുന്നു സമാജത്തിൻ്റെ ആവശ്യമെന്ന് അതേസമയം പ്രതിനിധി ഗിരീശൻ മൂർക്കനാട് പറഞ്ഞിട്ടുമുണ്ട്. ലെവിൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ലെവിൻ, എങ്ങനെയാണ് കേരളത്തിൽ ജാതി പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. കാരണം വളരെ സട്ടിലായി അങ്ങനെ മെല്ലെ ബാലു അവിടെ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ്. അതിന് ബാലുവിൻ്റെതായ ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്. ഇതുവരെ പ്രത്യേകിച്ച് വലിയ കുഴപ്പമുണ്ടാകാതിരുന്ന ബാലുവിന് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ബാലു ഇക്കാര്യത്തിൽ ധീരതയോടെ ഒരു ജാതി വിവേചനം ഉണ്ട് എന്ന നിലയ്ക്ക് തന്നെ ഈ കാര്യങ്ങളെ അവതരിപ്പിക്കാനോ അതിനോട് പോരാടാനോ ഉള്ള ശേഷി ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ നിലയ്ക്ക് തന്നെ അല്ലേ ഇപ്പോൾ ഈ കൂടൽമാണിക്യം ക്ഷേത്ര വിഷയത്തിലും സംഭവിച്ചിരിക്കുന്നത്? ഹാസൻ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നമ്മളേറെ വിവാദങ്ങൾ ഉണ്ടാകുകയും അതേ തുടർന്ന് പ്രതിഷേധങ്ങളും സർക്കാർ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുമൊക്കെ ചെയ്തപ്പോഴും ഇതിന്റെ അവസാനം ഇങ്ങനെയായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. കാരണം നിർബന്ധിച്ച് ഒരാളെ ജോലിയിൽ നിലനിർത്താനാവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. സർക്കാരും പ്രത്യക്ഷത്തിൽ അത്തരം നിലപാടുകൾ ബാലുവിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും ക്ഷേത്രത്തിൽ ഏറ്റവും അവസാനം ഇത് തന്നെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഏതായാലും അത് BA ബാലു, തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായിട്ടുള്ള BA ബാലു ഇന്നലെ ക്ഷേത്രത്തിൽ നേരിട്ടെത്തിയാണ് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത്. ആരോഗ്യപരമായും വ്യക്തിപരമായും കാരണങ്ങളാൽ ഇവിടെ തുടരാനാവില്ല എന്ന് തന്നെ കാട്ടിക്കൊണ്ട് ഈ 2 വരി ലെറ്ററിലൂടെയാണ് കത്ത് കൈമാറിയത്. കഴിഞ്ഞ ഫെബ്രുവരി 24-ാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷ പാസ്സായി മികച്ച നിലയിൽ പരീക്ഷ പാസ്സായി കഴകം ജോലിയിൽ ഇദ്ദേഹം പ്രവേശനം നേടുന്നത്. അതിനുശേഷം 12 ദിവസം മാത്രമാണ് ബാലുവിന് ക്ഷേത്രത്തിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് പിന്നാലെ തന്നെ പത്മതീർത്ഥക്കുളത്തിൽ കുളിക്കുന്നതടക്കമുള്ള കാരണങ്ങൾ പരസ്യമായി ചൂണ്ടിക്കാട്ടുന്നില്ലെങ്കിലും രഹസ്യമായി അത്തരം വിവരങ്ങൾ പുറത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തന്ത്രിമാർ ഇതിനെതിരെ വിയോജിപ്പും എതിർപ്പുമായി വന്നത്. എന്തായാലും മാല കിട്ടുന്ന ജോലിയായിരുന്നു. പക്ഷേ ആ ക്ഷേത്രക്കുളത്തിൽ കുളിച്ചാൽ അവിടുത്തെ തന്ത്രിമാരും പൂജാരിയും ഒക്കെ കുളിക്കുന്ന ആയതുകൊണ്ട് തന്നെ പ്രശ്നമുണ്ടാകുമെന്നുള്ള ആശങ്കയായിരുന്നു അവിടുത്തെ തന്ത്രിമാർക്കൊക്കെ ഉണ്ടായിരുന്നത്. അതിനാണ് ഈ പറയുന്നത് ഐത്തം എന്ന്. എന്തായാലും അതിൻ്റെ തുടർച്ചയായി തന്ത്രിമാർ രംഗത്തെത്തുന്നു, വാര്യർ സമാജം രംഗത്തെത്തുന്നു. ഇങ്ങനെ പലതും സംഭവിക്കുന്നു. നമ്മളിപ്പോൾ ഇങ്ങനെ ബാലുവിൻ്റെ പിരിഞ്ഞുപോക്ക്, ആരോഗ്യ കാരണങ്ങൾ കൊണ്ടുള്ള പിരിഞ്ഞുപോക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഈ വാർത്തയിൽ നിന്നും നമ്മൾ നിഷ്ക്രമിക്കുകയും ചെയ്യുന്നു.